അമ്മിണിയമ്മ. അമ്മ വീടിനോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്തായി കിടക്കുന്ന പറമ്പ് വാങ്ങി അവിടെ ചെറിയൊരു ഓലപ്പുര കെട്ടിയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എനിക്ക് പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അയൽപക്കത്തെ വീട്ടിലെ റേഡിയോയിൽ നിന്നും എന്നും കേൾക്കുന്ന പാട്ടിൻ്റെ നേർത്ത ശബ്ദത്തിലേക്ക് കാതുകൂർപ്പിച്ചിരിക്കുമായിരുന്നു. ഒരു റേഡിയോയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒന്ന്. പക്ഷേ ആഗ്രഹം നിറവേറ്റാനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ലായിരുന്നു. അതിനാൽ പതിയെ ആ ആഗ്രഹം എന്നിലില്ലാതായി. വീടിന് തെക്ക് ഭാഗത്തെ തോട് ചെന്ന് ചേരുന്നത് വേമ്പനാട്ട് കായലിൻ്റെ കൈവഴിയായ തൈക്കാട്ടുശ്ശേരി കായലിലാണ്. ആ തോടിൻ്റെ ഇരുകരകളിലായാണ് ആ നാടിൻ്റെ സംസ്കാരം ഉടലെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. നാടിൻ്റെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്ന തോട് ഹൃദയത്തിൻ്റെ രണ്ട് പിളർപ്പുകൾ എന്ന പോലെ വളമംഗലം എന്ന നാടിനെ പകുത്തിട്ടു. തോടിൻ്റെ ഇരുഭാഗത്തും കൈതക്കാടുകൾ നിറഞ്ഞിരുന്നു. അവിടെയുള്ള സ്ത്രീകളുടെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു ആ കൈതക്കാട്. തഴ, കൈതോല ചെത്തി അതിനിരുവശങ്ങളിലെയും മുള്ള് കോതിക്കളഞ്ഞ് ഷഡ്ഭുജാകൃതിയിൽ മെടഞ്ഞ് ഇളം മഞ്ഞ നിറമാകുന്നതുവരെ വെയിലത്തുണക്കി വിടർത്തി ചീവിയെടുത്ത് പായ നെയ്യും. സന്ധ്യയായാൽ തോട്ടിനക്കരെ അങ്ങിങ്ങായി തെളിഞ്ഞും മങ്ങിയും കത്തുന്ന മണ്ണെണ്ണ വിളക്കുകളുടെയും ബൾബിൻ്റെയും വെളിച്ചം നിറയും. ആ ചുറ്റുവട്ടത്ത് കറണ്ടുണ്ടായിരുന്ന ഏക വീട് അമ്മിണിയമ്മയുടേതായിരുന്നു. അവരുടെ ഭർത്താവ് ബാങ്കിലെ പ്യൂണായിരുന്നു. 5 അപ്പം 5000 പേർക്ക് വിളമ്പുന്നത്ര ഉദാരമതിയായിരുന്നു അവർ. എൻ്റെ വീട്ടിലിരുന്നാൽ അമ്മിണിയമ്മയുടെ വീടും അടുക്കളമുറ്റവും വേലിയും അതിൻ്റെ അറ്റത്ത് പടർന്നു കിടക്കുന്ന ഇല്ലിക്കാടും കാണാം. വേലിക്ക് പുറത്തെ പറമ്പിൽ ഓടിക്കളിക്കുന്ന കുട്ടികൾക്ക് ഗോതമ്പപ്പവും കടല വറുത്തതുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അവർ. ചിലപ്പോഴൊക്കെ എനിക്കും വീട്ടിൽ കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു. അമ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു അമ്മിണിയമ്മ. പിൽക്കാലത്ത് അവർ മുറ്റത്തെ അമ്പഴത്തിൽ കെട്ടിത്തൂങ്ങി ചത്തതെന്തിനാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. പലപ്പോഴും പശുത്തൊഴുത്തിലും വേലിക്കരികിലും ഇല്ലിക്കാടുകൾക്കിടയിലും അവരുടെ രൂപം കണ്ട് നാട്ടിലെ പലരും പേടിച്ച് പെനിച്ചിട്ടുണ്ട്. വീട്ടിലെ ജനൽ തുറന്നാൽ ആദ്യം കാണുന്നത് അമ്മിണിയമ്മ തൂങ്ങിച്ചത്ത അമ്പഴമരമായിരുന്നു. അക്കാലത്തൊന്നും സന്ധ്യയായാൽ അമ്മ പേടിച്ച് പുറത്തിറങ്ങാറില്ലായിരുന്നു. എനിക്കൊരിക്കലും ഭയം തോന്നിയിരുന്നില്ല. മാത്രമല്ല, ജീവിച്ചിരുന്നപ്പോൾ അത്രയും സ്നേഹമയിയായിരുന്ന ഒരു സ്ത്രീയെ മരിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഭയക്കുന്നതെന്നോർത്തു. പകരം അവരുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നതായിരുന്നു എൻ്റെ ചിന്ത. അതിലുപരിയായി മരിക്കാനായി ഇത്രയും വലിയ അമ്പഴമരം തിരഞ്ഞെടുത്തത് എന്തിനായിരുന്നു എന്നും.